शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिनि नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्गये। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुगं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोटकं वार्तिककारमन्यान् अस्मद्गुरून् सन्दतमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ഗീതാധ്യാനം ഒന്നിച്ചിട്ടല്ല, എന്നിട്ട് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന സന്ദധാത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ। സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്। വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും। ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ। അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവഃ।
പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഹര പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസിനഃ ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. വെള്ളം എടുത്തില്ല, ഞാൻ എടുത്തിട്ട് വരാം. ഒരു മിനിറ്റ്. നാരായണ. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ശുഭസായാഹ്നം, സുസ്വാഗതം. നമ്മൾ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് അറിയാനായിക്കൊണ്ട് ഒരു വിഹക വീക്ഷണം, അത്രയേ ഉള്ളൂ. മഹാഭാരതം എന്നതൊരു മഹാസാഗരം. ആ സാഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കര കാണാതെ, എത്തും പിടിയും കിട്ടാതെ നമ്മൾ വർഷങ്ങളോളം അലയേണ്ടി വരും. അതും പ്രത്യേകിച്ച് എൻ്റെ ശൈലിയിൽ പോവുകയാണെങ്കിൽ ഓരോ വരിയും വായിച്ച് ഓരോ വാക്കും പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ പോവുകയാണെങ്കിൽ 18 വർഷമെങ്കിലും ദിവസവും ക്ലാസ് എടുത്താൽ തീരില്ല. 18 വർഷം കൊണ്ട് തീരില്ല. 18 പർവ്വങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹസം തോന്നിക്കുമ്പോൾ അപ്പം ചെയ്യാം.
അറിയില്ല ഈശ്വരൻ എന്തൊക്കെയാണ് നമുക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഭാവിയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇതുപോലെയുള്ള കൊറോണ കാലങ്ങൾ ഇനിയും വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നേരം പോണ്ടേ നമുക്ക്? അപ്പം ഇതുപോലെയുള്ള സാഹസങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കും. അപ്പം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ നോക്കാം. ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം ബാക്കിയുള്ളതെല്ലാം കേട്ട് ഭാഗവതവും നാരായണീയവും രാമായണവും എല്ലാം പല പ്രാവശ്യം കേട്ടതായിട്ടുള്ള ആൾക്കാർക്ക് ഇനി മഹാഭാരതം വിശദമായി കേൾക്കണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട്, പലർക്കുണ്ട്. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. 1.25 ലക്ഷം ശ്ലോകങ്ങളിലൂടെ വേദവ്യാസൻ അവതരിപ്പിച്ച മഹാഭാരതം എന്ന മഹാസാഗരം, അത് നമുക്ക് ദൂരത്തുനിന്ന് പറന്നു നോക്കാം. മുകളിലൂടെ ഒന്ന് പറന്നു നോക്കാം. ഉള്ളിലേക്ക് ഇറങ്ങൊന്നും വേണ്ട. വിഹക വീക്ഷണം. ഒരു പക്ഷി എങ്ങനെയാണോ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നത്, അതുപോലെ ഒന്ന് ഓടിച്ച് നോക്കാം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓ, മഹാഭാരതത്തിന്റെ ആരംഭത്തിൽ ഉള്ളൊരു മംഗള ശ്ലോകമാണിത്. നാരായണനെയും നരനെയും സരസ്വതീ ദേവിയെയും വ്യാസനെയും വന്ദിച്ചിട്ട് ജയം പറയണം എന്നാണ് പറഞ്ഞത്. ജയം എന്നതാണ് മഹാഭാരതത്തിന്റെ ഒറിജിനൽ പേര്. വ്യാസൻ ആദ്യം കൽപ്പിച്ച പേര് ജയം എന്നായിരുന്നു. മഹാഭാരതത്തിന്റെ സന്ദേശം തന്നെ ആ പേരിലുണ്ട്. എന്താണ് മഹാഭാരതത്തിന്റെ സന്ദേശം? യഥോ ധർമ്മ തഥോ ജയ. യഥോ ധർമ്മ തഥോ ജയ. അതാണ് മഹാഭാരതത്തിന്റെ ഏറ്റവും എന്താ പറയുക, ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ മോട്ടോ. അപ്പോ നമ്മുടെ വേദങ്ങളിൽ സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ മുതലായ ആദേശങ്ങൾ നൽകുന്നുണ്ട്. ഗുരുകുലങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ആ ഗുരുകുലം കഴിഞ്ഞ് സമാവർത്തനം ചെയ്ത് ഗൃഹങ്ങളിലേക്ക് പോകുന്നവർക്കുമായിട്ടുള്ള ആചാര്യന്മാരുടെ, ഗുരുക്കന്മാരുടെ ഉപദേശമാണിത്. യജുർവേദത്തിലെ, കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ ഉപനിഷത്തിലാണ് ഈ മന്ത്രങ്ങൾ വരുന്നത്. വേദമനുച്ചാചാര്യാദ് ആചാര്യം ദേവാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി യാന്യസ്മാകകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഇങ്ങനെ ഉപദേശം തുടരുകയാണ്. എന്താണോ അറിവുള്ളവർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ, അത് വേണം നിങ്ങൾ പിന്തുടരുവാൻ, നിങ്ങൾ അനുഷ്ഠിക്കുവാൻ. യാന്യസ്മാകകം സുചരിതാനി താനി ത്വയോപാസ്യാനി. ഞങ്ങളെ പോലെയുള്ള ഗുരുക്കന്മാർ, ഗുരുതുല്യന്മാർ, സമൂഹത്തിലെ
ശ്രേഷ്ഠന്മാർ, പൂജ്യന്മാരായിരിക്കുന്ന ആളുകൾ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതാണ് നിങ്ങളും പിന്തുടരേണ്ടത്. നോ ഇതരാണി, അല്ലാത്തതൊന്നും ചെയ്യരുത്, അരുതാത്തതൊന്നും ചെയ്യരുത് എന്നിങ്ങനെ ഉപദേശങ്ങൾ വിശദമായിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഉപദേശങ്ങളിൽ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ, മഹാഭാരതവും രാമായണവും. അത് വാൽമീകി രാമായണം. അപ്പോൾ വാൽമീകി രാമായണവും മഹാഭാരതവും ധർമ്മ ശാസ്ത്രങ്ങളാണ്. ധർമ്മം ചര എന്നതാണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള സന്ദേശം. ധർമ്മം ചര, അതാണ് മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും സന്ദേശം. രാമായണം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ശ്രീരാമൻ എന്ന മര്യാദാ പുരുഷോത്തമനെ, ധർമ്മത്തിന്റെ മൂർത്തിയെ മുൻ നടത്തിക്കൊണ്ട് ആ രാമചരിതത്തിലൂടെ, രാമന്റെ ആചരണത്തിലൂടെ എങ്ങനെയാണ് ധർമ്മം ചരിക്കേണ്ടത്, ഈ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു വാൽമീകി മഹർഷി. അതുകൊണ്ടാണ് ഇതിഹാസങ്ങൾ പഞ്ചമവേദമാകുന്നത്. വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണത്. അതുപോലെ മഹാഭാരതം എന്നത് ഈ ധർമ്മം ചര എന്നുള്ള അനുശാസനത്തെ പരോക്ഷമായി അല്ലെങ്കിൽ വിപരീത ദിശയിൽ അവതരിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. മറ്റത് എങ്ങനെ ആചരിക്കണമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ ആയിക്കൂടാ, എങ്ങനെ ആയിക്കൂടാ, ആരൊക്കെ ആയിക്കൂടാ എന്ന് കാണിച്ചു തരാനാണ് മഹാഭാരതത്തിലെ ഇത്രയും കഥാപാത്രങ്ങൾ ഇത്രയും വിപുലമായി അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അവരുടെ ഓരോരുത്തരുടെയും കഥകൾ ഈ മഹാഭാരതം എന്ന മെയിൻ സ്ട്രീം കഥയിലേക്ക് ഇണക്കി ചേർത്ത് അവർക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്ന ധർമ്മച്യുതികളെ കാണിച്ചു തന്ന് അവർക്കുണ്ടാകുന്ന പതനം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള നാശം, സർവനാശം, അതിനെ കാണിച്ചു തന്നുകൊണ്ട് വ്യാസൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, യഥോ ധർമ്മ തതോ ജയഃ, യഥോ ധർമ്മ തതോ ജയഃ. വ്യാസൻ മഹാഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞാനിതാ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെല്ലാവരും ധർമ്മം ആചരിക്കുവിൻ, എല്ലാവരും ധർമ്മം ആചരിക്കുവിൻ എന്ന്. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ്. എന്തേ നിങ്ങൾ ധർമ്മം ആചരിക്കാത്തത് എന്ന് ഓരോരുത്തരോടും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ധർമ്മം ആചരിക്കാത്തവർക്കുള്ള വാണിംഗ് ആണ് വ്യാസന്റെ. അപ്പപ്പോ വ്യാസന്റെ ഇടപെടലുകൾ ഉണ്ട്. മഹാഭാരതത്തിൽ ഉടനീളം നിങ്ങൾക്ക് വ്യാസൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ, അത് അക്ഷരം പ്രതി പാലിക്കുന്നവർക്ക് ഉണ്ടാകുന്ന വിജയവും അതിനെ ലംഘിക്കുന്നവർക്കുണ്ടാകുന്ന നാശവും, അതാണ് മഹാഭാരത കഥ. യുധിഷ്ഠിരനോട് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ധർമ്മോപദേശം ചെയ്യുന്നുണ്ട്. അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളായിരുന്നു യുധിഷ്ഠിരൻ. പക്ഷെ യുധിഷ്ഠിരൻ മാത്രം അനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും സഹോദരന്മാരും അതിനോടൊപ്പം നിൽക്കണം. പക്ഷെ അവർക്ക് ചില സന്ദർഭങ്ങളിൽ യുധിഷ്ഠിരന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യുധിഷ്ഠിരനെ പോലെ ഒരു സഹിഷ്ണുത അവർക്കില്ലാതാവുന്നതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതൊക്കെയാണ് പിന്നീട്
മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം എന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ രാമായണത്തിലെ ശ്രീരാമനെ പോലെ ഒരു കഥാപാത്രം, അതാണ് മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് പാണ്ഡവന്മാരുടെ കഥ പറഞ്ഞ്, മറുവശത്ത് അധർമ്മത്തിന്റെ മൂർത്തീഭാവങ്ങളായിട്ടുള്ള കൗരവന്മാരുടെയും കഥ പറഞ്ഞ്, അധർമ്മം ആചരിച്ചവരെല്ലാം നശിച്ചതായിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ട് ഒരു ഇതിഹാസം തന്നെയാണത്, ചരിത്രം തന്നെയാണ്, ഈ ഭാരതത്തിൽ നടന്ന കഥയാണത്. ഇതിഹാസം എന്നാൽ ഇപ്രകാരം ഇവിടെ നടന്നു എന്നാണ് അർത്ഥം. ഇതിഹ ആസ, ഇതിഹ ആസ, ഇങ്ങനെ ഇവിടെ നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ രാമായണവും മഹാഭാരതവും നമ്മുടെ സനാതനധർമ്മത്തിലെ രണ്ട് ഇതിഹാസങ്ങളാണ്, ചരിത്ര സംഭവങ്ങളാണ്. ഒരു കാലത്ത് ഒരു ദേശത്ത് ഒരു കൂട്ടം ആളുകളുടെ കഥയാണത്, നടന്ന കഥയാണത്. നേരെ മറിച്ച് പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നടന്ന കഥകളുമുണ്ട്, കവിഭാവനകളുമുണ്ട്. ആധ്യാത്മിക തത്വങ്ങൾ ഉപദേശിക്കുവാനായിക്കൊണ്ട് വളരെ ചമൽക്കാരപൂർവം അവതരിപ്പിച്ചതായിട്ടുള്ള ഒരുപാട് കഥകൾ പുരാണങ്ങളിൽ കാണും. പിന്നെ കാലാതീതമായിട്ടുള്ള പലതും അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് എന്താ പറയുക, പ്രാമാണികമായിട്ട് അവകാശപ്പെടാനോ തെളിയിക്കാനോ സാധ്യവും അല്ല. അതാണ് ഇപ്പോൾ പുരാണങ്ങളുടെ ഭാഷ. പുരാണങ്ങൾ എത്രയോ മന്വന്തരങ്ങൾക്ക് മുമ്പ് നടന്ന, അല്ലെങ്കിൽ കൽപ്പങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു തെളിവും കിട്ടാൻ വഴിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ പൗരാണിക ഋഷി പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അതില്ല എന്ന് സ്ഥാപിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം പുരാണങ്ങളുടെ ആചാര്യനായിട്ട് മാർക്കണ്ഡേയ ഋഷിയെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ മാർക്കണ്ഡേയ ഋഷി ചിരഞ്ജീവിയാണ്. അദ്ദേഹം അനേക കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തെ സാക്ഷിയായിട്ടാണ് പുരാണങ്ങളുടെ ആചാര്യനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ കണ്ടതാ, ഞാൻ ഉണ്ടായിരുന്നു അപ്പോ എന്ന് സധൈര്യം പറയാൻ ഒരാളെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ മഹർഷിയെ പുരാണങ്ങളുടെ ആചാര്യനായി വെച്ചിരിക്കുന്നത്. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ചിരഞ്ജീവിയായ അദ്ദേഹം സാക്ഷ്യം പറയാനുണ്ട്. യെസ്, ഐ വാസ് ദർ, ഐ എക്സ്പീരിയൻസ്ഡ് എന്ന് സമകാലികമായിരിക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞ ഒരാള് അവിടെ സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ആചാര്യനായി മുൻനിർത്തിക്കൊണ്ടാണ് പുരാണങ്ങളിലൂടെ വ്യാസൻ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുരാണങ്ങളുടെ ദൗത്യം വേറെ, ഇതിഹാസങ്ങളുടെ ദൗത്യം വേറെ. ഇതിഹാസങ്ങൾ ധർമ്മം ചര എന്ന ആ ധർമ്മോപദേശത്തിന് മുഖ്യത്വം കൊടുത്ത് അവതരിപ്പിച്ചിരിക്കുമ്പോൾ പുരാണങ്ങൾ അത് നിവൃത്തി ധർമ്മത്തിലാണ് ഊന്നിയിരിക്കുന്നത്. ഒന്ന് പ്രവൃത്തി, മറ്റൊന്ന് നിവൃത്തി. ഇതിഹാസങ്ങളിലൂടെ പ്രവൃത്തി ധർമ്മത്തെ ലോകത്തിന് പ്രകാശിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ധാർമ്മികമായി ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് ആ പ്രവൃത്തി ധർമ്മം കാണിച്ചു തരുമ്പോൾ പുരാണങ്ങൾ നിവൃത്തി ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പുരാണങ്ങളിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾക്കാണ് മുഖ്യത്വം. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾക്കാണ് പുരാണങ്ങളിൽ മുഖ്യത്വം. നിവൃത്തിയാണ്, പ്രവൃത്തിയിൽ നിന്ന് മനുഷ്യനെ നിവൃത്തിയിലേക്ക് നയിക്കുന്ന ഭാഷയാണ്. അതാണ് പുരാണങ്ങളുടെ ദൗത്യം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണണം. രണ്ടും കഥാപുസ്തകങ്ങളല്ല, രണ്ടിനും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. രണ്ടിനും കൃത്യമായിട്ടുള്ള അവതരണ ശൈലിയുണ്ട്. രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവതരണമുണ്ട്. പുരാണങ്ങളുടെ ലക്ഷണമുണ്ട്, ഇതിഹാസത്തിന്റെ ലക്ഷണമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ ധർമ്മം ചര എന്ന സന്ദേശത്തെ ഊർധ്വബാഹുർ വിരൗമ്യേഷ ധർമ്മക്കിം ന സേവതേ എന്ന് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഊർധ്വബാഹുർ വിരൗമ്യേഷ,
ഊർധ്വബാഹുവായി കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങളോട് കരയുന്നു. വിരൗമി ഏഷഹ, ഈയുള്ളവൻ നിലവിളിക്കുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? ഊർധ്വബാഹുർ വിരൗമ്യേഷഹ ധർമ്മത്യം ന സേവതേ. എന്താ നിങ്ങൾ ധർമ്മം സേവിക്കാത്തത്? എന്താ നിങ്ങൾ ധർമ്മം സേവിക്കാത്തത് എന്ന് ആവർത്തിച്ച് വ്യാസൻ പല സന്ദർഭങ്ങളിലും പറയുന്നത് കേൾക്കാം. പക്ഷെ ആര് കേൾക്കാൻ? ആ കേൾക്കാത്തവരുടെ കഥയാണ് മഹാഭാരതം കഥ. അപ്പൊ നമ്മളും ഈ കാലത്തും കേൾക്കാതിരിക്കാം, വേണമെങ്കിൽ കേൾക്കാതിരിക്കാം. അത് നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? കേട്ടാൽ പാണ്ഡവരെ പോലെ അവസാനം ധർമ്മത്തിന്റെ വിജയം, അത് തന്നെയാണ് പാണ്ഡവന്മാരുടെ വിജയം. അതുപോലെയുള്ള വിജയം നമുക്കുണ്ടാവും, ശാശ്വതമായ പദവി നമുക്കുണ്ടാവും. അല്ലെങ്കിൽ ദുര്യോധനാദികളെ പോലെ, കൗരവന്മാരെ പോലെ നശിച്ച് എന്താ പറയുക, അധപ്പതിക്കാം. രണ്ടും നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ചോയ്സ് ഈസ് യുവേഴ്സ്. വ്യാസൻ അവതരിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ മുമ്പില് രണ്ട് പക്ഷങ്ങളെ കാണിച്ചു തരുന്നുണ്ട്, ധർമ്മപക്ഷവും അധർമ്മപക്ഷവും. എന്നിട്ട് നമ്മളോട് തെരഞ്ഞെടുക്കാൻ ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചോളൂ, എന്നിട്ട് എത്തേണ്ടടുത്ത് എത്തിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മഹാഭാരതത്തിന്റെ പേര് ജയം എന്നാണ്. ആ ജയം ആരംഭിക്കുമ്പോ ഇങ്ങനെ ഒരു സ്തുതി: നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നരനാരായണന്മാർ ഈ ഭാരതത്തിന്റെ കുലദേവതകളാണ്. ഈ ഭാരതവർഷത്തിന്റെ കുലദേവതമാരാണ് നരനാരായണന്മാർ. സംശയമുണ്ടെങ്കിൽ ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ നോക്കുക. ഭൂഗോള വർണ്ണന എന്ന വർണ്ണന വർണ്ണിക്കുന്ന സമയത്ത് ജംബൂദ്വീപം മുതലായ 7 ദ്വീപുകളെ വർണ്ണിച്ച് ആ ജംബൂദ്വീപത്തിൽ 9 ഉപഭൂഖണ്ഡങ്ങളെ വേർതിരിച്ച് വർഷങ്ങൾ എന്ന് പറയുന്ന ഇളാവർഷം, കിംപുരുഷ വർഷം മുതലായിട്ടുള്ള ഹരിവർഷം എന്നിങ്ങനെ ഓരോ വർഷങ്ങളെ തിരിച്ച് അതിൽ ഭാരതവർഷം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഭൂപ്രദേശത്തെ, ഓരോ ദേശത്തും ഈശ്വരന്റെ ഓരോരോ അവതാരമൂർത്തികൾ അവിടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് അതാത് ദേശങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാരതവർഷത്തിൽ നരനാരായണ മൂർത്തികളായിട്ടാണ് ഭഗവാൻ ഭാരതത്തെ രക്ഷിക്കുന്നത്. നാരദ മഹർഷിയാൽ സ്തുതിക്കപ്പെട്ട്, നാരദാദികളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് നരനാരായണ ഋഷീശ്വരന്മാരാൽ ഭാരതം രക്ഷിക്കപ്പെടുന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പറയുന്നത്. എന്താ എന്റെ താല്പര്യം? ഈ ഭാരതം തപസ്സിൽ ഊന്നിയതാണ്. തപസ്സിന്റെ മൂർത്തിമാരാണ് നരനാരായണന്മാർ. അറിവിന്റെയും തപസ്സിന്റെയും മൂർത്തിമാരാണ്. അപ്പൊ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് അറിവിലും തപസ്സിലും രമിക്കുന്ന സംസ്കാരമാണ്. ആ തപോമൂർത്തികളെയാണ് നമ്മൾ കുലദേവതകളായി, നമ്മുടെ വർഷദേവതകളായി ആരാധിക്കേണ്ടത്. അവരെ വണങ്ങിക്കൊണ്ടാണ്, ഭാരതത്തിന്റെ കുലദേവതകളെ വണങ്ങിക്കൊണ്ടാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം. നരോത്തമം നരം നാരായണം ച നമസ്കൃത്യ, നരനാരായണന്മാരെ നമസ്കരിച്ചുകൊണ്ട്. അപ്പോ തപസ്സിന്റെ മൂർത്തിമാരാണ്, ത്യാഗത്തിന്റെ മൂർത്തിമാരാണ്, നിസ്സംഗതയുടെ മൂർത്തിമാരാണ്, അറിവിന്റെ മൂർത്തിമാരാണ്, ശാന്തിയുടെ മൂർത്തിമാരാണ്. അതുപോലെ തന്നെ അവര് ദുഷ്ടനിഗ്രഹത്തിലും ഒട്ടും പിന്നോക്കമല്ല. ദുഷ്ടനിഗ്രഹവും ചെയ്യുന്നവരാണ് നരനാരായണന്മാര്, അല്ലേ? നാരായണീയത്തിൽ കണ്ടില്ലേ നമ്മള് നിവാത കവചന്മാർ എന്ന, അല്ലെങ്കിൽ സഹസ്ര കവചൻ എന്ന അസുരനെ മാറി 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 ഒരാള് 1000 വർഷം തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ 1000 വർഷം യുദ്ധം ചെയ്തുകൊണ്ട്, മറ്റേയാൾ ഒരു കവചം പൊട്ടിക്കഴിച്ച് ഈ സഹസ്ര കവചന്റെ 1000 കവചങ്ങളിൽ ഓരോ കവചം പൊട്ടിക്കാനും
1000 വർഷം തപസ് ചെയ്യണം, അത് കഴിഞ്ഞ് 1000 വർഷം യുദ്ധം ചെയ്യണം. അപ്പൊ 2000 വർഷം കൊണ്ടേ ഒരാൾ മെനക്കിടണമെങ്കിൽ ഈ സഹസ്ര കവചന്റെ ഒരു കവചം പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഊഴമിട്ടുകൊണ്ടവര് പര്യായ നിർമ്മിത തപസ്സമരേണ എന്ന് മേൽപ്പത്തൂർ പറയുന്നത് ഓർമ്മിക്കുക. പര്യായമായിട്ട് എന്ന് പറഞ്ഞാലോ ഒന്നിടവിട്ട്, ഓൾട്ടർനേറ്റ് ആയിട്ട് എന്നർത്ഥം. ഒരാള് തപസ് ചെയ്യുമ്പോൾ മറ്റേയാൾ യുദ്ധം ചെയ്തും, മറ്റേയാൾ തപസ്സിന് തിരിച്ചു വരുമ്പോ മറ്റേയാൾ യുദ്ധം ചെയ്തും. നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും, നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും. അങ്ങനെ 999 കവചവും പൊട്ടിച്ചു കളഞ്ഞു. അവനെ നിഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അവൻ പിന്നെയും ഒരു കവചത്തോടുകൂടി ജനിച്ചു എന്നും അവനാണ് കർണനായി ജനിക്കുന്നത് എന്നും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സഹസ്ര കവചന്റെ 999 കവചങ്ങളെ നരനാരായണന്മാർ തപസ്സിലൂടെയും യുദ്ധത്തിലൂടെയും പൊട്ടിച്ചു കളഞ്ഞ് ഇനി ഒരു കവചം ബാക്കിയായിട്ട് അവൻ പുനർജനിച്ചതാണ് കർണൻ. ആ കർണനെ നിഗ്രഹിക്കാനായിട്ട് ആ നരനാരായണന്മാർ തന്നെയാണ് കൃഷ്ണാർജുനന്മാരായി അവതരിച്ചത്. അതേ അർജുനനാണ് നരൻ. ആ അർജുനനാകുന്ന നരനാണ് ഈ കർണനെ വധിക്കുന്നത്. അപ്പൊ ഇത് ഓർക്കുക, പരസ്പരം ബന്ധപ്പെടുത്തുക. അപ്പൊ തപസ്സിനും വേണ്ടി വന്നാൽ യുദ്ധത്തിനും, ആ യുദ്ധം നിഷ്പക്ഷമായി ശാന്തമായി ധർമ്മയുദ്ധമായി നടത്തുന്ന നമ്മുടെ കുലദേവതകളെ ഓർക്കുക, നരനാരായണന്മാർ. ആ നരനാരായണന്മാരുടെ അനുഗ്രഹം കൊണ്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഈ എന്താ പറയുക നമ്മുടെ ഭാരതദേശം. ആ ഭാരതദേശത്തിന്റെ കഥയാണ് മഹാഭാരതം. ഈ ഭാരതം എന്ന പേര് കിട്ടിയത് ഏറ്റവും ആദ്യം ഒരു ഭരതൻ ഭരിച്ചത് നമ്മുടെ സ്വയംഭൂ മനുവിന്റെ വംശത്തിലെ പ്രിയവ്രതന്റെ പുത്രനായ, അഗ്നീന്ദ്രന്റെ പുത്രനായി, നാഭിയുടെ പുത്രനായി, ഋഷഭന്റെ പുത്രനായി വന്ന ഭരതനാണ്. ആദ്യ ഭരതൻ ഋഷഭപുത്രനായിട്ടുള്ള ഭരതനാണ്. ആ ഭരതന്റെ ഭരണം കൊണ്ടാണ് മുമ്പ് അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ദേശം, ഈ ഖണ്ഡം ഭാരതവർഷം എന്നറിയപ്പെട്ടത് എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അപ്പോ ഈ ഭാരതവർഷത്തിന്റെ പൂർവീക പേര് അജനാഭ വർഷം എന്നായിരുന്നു. ഈ അജനാഭ വർഷം ഭാരതവർഷമാകുന്നത് ഋഷഭപുത്രനായിട്ടുള്ള ഭരതന്റെ ഭരണം കൊണ്ട്. അതിനുശേഷം പിന്നെയും മറ്റൊരു ഭരതൻ ഭരിച്ചു, ശ്രീരാമ സഹോദരനായിട്ടുള്ള ഭരതൻ. ത്രേതായുഗത്തിലെ ഈ വൈവസ്വത മന്വന്തരത്തിലെ ത്രേതായുഗത്തിൽ ഭരിച്ച ഒരു ശ്രേഷ്ഠനായ ഭരതനാണ് ശ്രീരാമ സഹോദരനായിട്ടുള്ള ഭരതൻ. അത് കഴിഞ്ഞ് മറ്റൊരു ഭരതൻ ഭരിച്ചു. ആ ഭരതന്റെ വംശത്തെ പറയാനും കൂടിയാണ് മഹാഭാരതം. മൂന്നാമത്തെ ഭരതൻ, ഈ ഭാരതം ഭരിച്ച മൂന്നാമത്തെ ഭരതൻ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതൻ. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പുത്രനായിട്ടുള്ള ഭരതന്റെ കഥയാണ്, ആ ഭരതന്റെ വംശത്തിന്റെ കഥയാണ് മഹാഭാരതം. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥ ശാകുന്തളം പ്രശസ്തമാണ് അല്ലെ? കാളിദാസ തൂലികയിലൂടെ വിരിഞ്ഞ മഹാകാവ്യം, മഹാനാടകം ശാകുന്തളം. കണ്വമഹർഷിയുടെ വളർത്തുമകളായി വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയായ ശകുന്തള വളർന്നതും, ആ ശകുന്തളയും ദുഷ്യന്തനുമായുണ്ടായ ഗാന്ധർവ വിവാഹവും അതിൽ ഉണ്ടായ പുത്രനുമാണ് ഭരതൻ. പിന്നീട് ശകുന്തളയെ ദുഷ്യന്തൻ സ്വീകരിക്കാൻ മറന്നുപോകുന്നതായിട്ടുള്ള, മടിക്കുന്നതായിട്ടുള്ള സന്ദർഭവും, അതിനുശേഷം ദുഷ്യന്തപുത്രനായ ഭരതനെ, ശകുന്തളയുടെ പുത്രനായ ഭരതനെ ദുഷ്യന്തൻ സ്വീകരിക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെ ആ ശാകുന്തളത്തിലുണ്ട്. മഹാഭാരതത്തിൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ആരംഭം ഈ കഥകൾ സൂചിപ്പിച്ചുകൊണ്ടാണ്. മഹാഭാരത കഥ കൂടുതൽ വിരിയുന്നത്, വികസിക്കുന്നത് ശന്തനുവിന്റെ
കഥയിൽ നിന്നാണ്. ഒരു പ്രവാഹമായി ആരംഭിക്കുന്നത്, ഒരു ഗംഗാ പ്രവാഹം പോലെ ആ മഹാഭാരത കഥയുടെ മെയിൻ സ്ട്രീം ആരംഭിക്കുന്നത് ശന്തനുവിന്റെ കഥയിൽ നിന്നാണ്. ശന്തനുവും ശന്തനുവിന്റെ പുത്രനായ ഭീഷ്മരും ഭീഷ്മരുടെ പരമ്പരകളും അല്ലെങ്കിൽ ഭീഷ്മരുടെ സഹോദരന്മാരും അവരുടെ മക്കളും അവരുടെ മക്കളുടെയും കഥയായിട്ട് ഒരു ഗംഗാ പ്രവാഹമായി തീരുന്നത് ആ ശന്തനുവിന്റെ കഥയിൽ നിന്നാണ്. അതിനു മുമ്പ് പല കൈവഴികളായി ഗംഗ എങ്ങനെയാണോ കൊച്ചു കൊച്ചു അരുവികളായി വന്ന് ആ ഗംഗയിലേക്ക് ഒന്നായി തീരുന്നത്, അതുപോലെ പല കഥകളും പല ഉപാഖ്യാനങ്ങളും ആരംഭത്തിൽ പറഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോ മഹാഭാരതം വേദവ്യാസൻ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേദവ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനനാണ് മഹാഭാരതം കഥ പറയുന്നത്. വൈശമ്പായന ഉവാച വൈശമ്പായന ഉവാച വൈശമ്പായന ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭം. ഓരോ ഭാഗവും കഥ പറയുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലും വൈശമ്പായന ഉവാച കാണാം. വൈശമ്പായനൻ ജനമേജയന് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അവതരണം. ജനമേജയൻ ആരാണ്? പാണ്ഡവന്മാരുടെ പൗത്രനായ പരീക്ഷിത്തിന്റെ പുത്രൻ. പാണ്ഡവന്മാർ പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിച്ച് മഹാപ്രസ്ഥാനം പോകുന്നതും ആ പരീക്ഷിത്ത് വളരെ കാലം നല്ല രീതിയിൽ രാജ്യഭരണം ചെയ്തതും പിന്നീട് മഹർഷിയുടെ അല്ലെങ്കിൽ മഹർഷി പുത്രനായ ബ്രാഹ്മണ ശാപം കൊണ്ട്, ശൃംഗിയുടെ ശാപം കൊണ്ട് തക്ഷകന്റെ ദംശമേറ്റ് മരിക്കുന്നതും അതിന് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് ജനമേജയൻ സർപ്പങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാനായിക്കൊണ്ടുള്ള ഒരു സത്രം നടത്തുകയും ചെയ്യുന്ന ആ രംഗത്ത്, സർപ്പസത്രം എന്നുള്ളതായിട്ടുള്ള ആ രംഗത്ത് അവിടെ വെച്ചിട്ടാണ് ഋഷിമാരും മുനിമാരും പലരും വന്നു ചേരുന്നതും അവിടെ വെച്ച് ഈ ജനമേജയന് വൈശമ്പായനൻ പൂർവീകരുടെ കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവതരണ രീതിയിലാണ് ഇതിന്റെ ആരംഭം. ആ ജനമേജയന്റെ പൂർവീകന്മാരായ കൗരവ പാണ്ഡവന്മാരുടെ അല്ലെങ്കിൽ അവരുടെയും പൂർവീകരുടെ കഥ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ മഹാഭാരതത്തിലെ ആദ്യത്തെ പർവം, അതിന്റെ പേര് തന്നെ ആദിപർവം എന്നാണ്. ആദിപർവം. ആ ആദിപർവത്തിൽ നിന്നാണ് ഈ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ആദിപർവത്തിൽ സംഭവപർവം എന്നുള്ളതായിട്ടുള്ള ആ പർവഭാഗത്താണ് ഈ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ഒക്കെ സംഭവം എന്നാൽ ഉത്ഭവം, അവരുടെയൊക്കെ ജനനം. ആ ജനനം പറയാൻ അതിലേക്ക് വരികയാണ് ഭരതന്റെ കഥ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഭരതവംശം ആണല്ലോ ഇത്. ആ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സംഭവപർവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദിപർവത്തിലെ ഒരു ഉപപർവമാണ് സംഭവപർവം. ആദിപർവം വളരെ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെയാണ് ശന്തനുവിന്റെയും ഭീഷ്മരുടെയും ഒക്കെ കഥകൾ വിരിഞ്ഞു വരുന്നത്. അവരൊക്കെ ഈ സംഭവത്തിൽ പെടുന്നതാണ്. കാരണം അവരൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇവരുടെയൊക്കെ ജന്മം, ഇവരുടെയൊക്കെ ഉൽപ്പത്തി ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെയാണ് അതിന്റെ പിന്നാമ്പുറ കഥകൾ, അതുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇവരുടെ സംഭവത്തിലേക്ക്, ഇവരുടെ ഉത്ഭവത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ സംഭവപർവം ആദിപർവത്തില്. അത് കഴിഞ്ഞിട്ടുള്ള പർവമാണ് സഭാപർവം എന്ന് പറയുന്ന പർവം, രണ്ടാമത്തെ വലിയ പർവം. 18 പർവങ്ങളാണല്ലോ, അതിൽ രണ്ടാമത്തെ പർവം സഭാപർവം. ആ സഭാപർവത്തിലാണ് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ മയനിർമ്മിതമായ സഭയിൽ വെച്ച് രാജസൂയ യാഗം നടക്കുന്നതും ദുര്യോധനാദികൾ അപമാനിതരാവുന്നതുമൊക്കെ ആയിട്ടുള്ള കഥകൾ പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു സഭയിലേക്കും ആ സഭാപർവം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ചൂതുകളിയുടെ സഭ. ഇപ്പൊ സഭാപർവത്തിൽ നടക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് രാജസൂയവും ചൂതുകളിയും മുതലായത്. അതിനുശേഷം ചൂതുകളിയിൽ 2ാം പ്രാവശ്യവും പരാജിതരായ പാണ്ഡവന്മാർ ആ വാഗ്ദാനം അനുസരിച്ച് തോൽവി സമ്മതിച്ച് 12 വർഷം
വനവാസം ചെയ്യുന്ന ആ അവരുടെ 12 വർഷത്തെ കഥ അവതരിപ്പിക്കുന്നതാണ് വനപർവം എന്ന് പറയുന്നതായിട്ടുള്ള പർവം. അതിൽ അനേക ഉപപർവങ്ങള്, സംഭവ വികാസങ്ങൾ, 12 വർഷത്തെ കഥകളുണ്ട് അതിൽ. വനപർവം. അത് കഴിഞ്ഞിട്ടുള്ള പർവമാണ് അജ്ഞാതവാസകാലം. വനപർവം 12 വർഷം കഴിയുമ്പോൾ പിന്നൊരു വർഷം അജ്ഞാതവാസമാണ്. അത് വിരാട രാജ്യത്തായതുകൊണ്ട് അതിന് വിരാടപർവം എന്ന് പേര്. അജ്ഞാതവാസകാലം വിരാടപർവം. ആ അജ്ഞാതവാസം കഴിഞ്ഞ് അവസാനം ഒരു വർഷം പൂർത്തിയാക്കി ഇവർ പുറത്തിറങ്ങുന്ന അതിന്റെ അവസാന ദിവസമാണ് നമ്മുടെ കൗരവന്മാര് വിരാടന്റെ പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും ആ പശുക്കളെ വീണ്ടെടുക്കാനായിക്കൊണ്ട് അർജുനൻ ഏകനായി യുദ്ധം ചെയ്ത് കൗരവ സൈന്യത്തെ മുഴുവൻ മോഹിപ്പിച്ച് ആ പശുക്കളെ മുഴുവൻ വീണ്ടെടുത്ത് വരുന്നതായിട്ടുള്ള കഥ വരെയുള്ളത് വിരാടപർവം. അത് കഴിഞ്ഞ് പിന്നീട് യുദ്ധത്തിന് മുമ്പുള്ളതായിട്ടുള്ള, യുദ്ധം ഒഴിവാക്കാനുള്ളതായിട്ടുള്ള ശ്രമങ്ങളാണ്. ദ്രുപദ രാജധാനിയിൽ ഇരുന്നു കൊണ്ടും മറ്റുമൊക്കെയുള്ള ആലോചനകളും വിരാടനും ദ്രുപദനും എല്ലാവരുടെയും സഹായത്തോടുകൂടി പാണ്ഡവന്മാർ പല പ്രാവശ്യം പലരെയും ദൂതയക്കുന്നതും ധൃതരാഷ്ട്രോട് സംവാദം ചെയ്യുന്നതും ഇവരുടെ അർഹതപ്പെട്ടതായിട്ടുള്ള പാതിരാജ്യം തിരിച്ചു കിട്ടാനുള്ളതായിട്ട് എല്ലാ ശ്രമങ്ങളും അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൂതും ആ ദൂതും പരാജയപ്പെടുമ്പോൾ പിന്നീട് യുദ്ധത്തിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങളും, അതിന് ഉദ്യോഗപർവം എന്ന പേര്. ഉദ്യോഗപർവം എന്നാൽ യുദ്ധത്തിനുള്ള ഉദ്യോഗം, ഉദ്യോഗം, ഉദ്യമം, പരിശ്രമം. അപ്പൊ യുദ്ധത്തിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങളുടെ പർവമാണ് ഉദ്യോഗപർവം. അത് കഴിഞ്ഞ് അടുത്ത പർവമാണ് ഭീഷ്മപർവം. ആ ഭീഷ്മപർവത്തിലാണ് ഈ ഭഗവത്ഗീത വരുന്നത്. ഭഗവത്ഗീത അവതരിപ്പിക്കപ്പെടുന്നത് ഭീഷ്മപർവത്തിലാണ്. ഭീഷ്മരുടെ നേതൃത്വത്തിൽ മഹാഭാരത യുദ്ധം ആദ്യത്തെ 10 ദിവസം, 10ാമത്തെ ദിവസമാണ് ഭീഷ്മർ പതിക്കുന്നത്. ഭീഷ്മർ ശരശയ്യയിലേക്ക് പതിക്കുന്നത്. അതുവരെയുള്ള 10 ദിവസത്തെ കഥയാണ് ഭീഷ്മപർവം. അപ്പൊ അതിലെ ആദ്യ ദിവസമാണ് ഏത്? ഭഗവത്ഗീത. യുദ്ധ ആരംഭത്തിലാണല്ലോ ഭഗവത്ഗീത ഉണ്ടാകുന്നത്. അപ്പൊ 10 ദിവസത്തെ ഭീഷ്മരുടെ നേതൃത്വത്തിലുള്ള ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ ആദ്യ ദിവസം നടന്ന കഥയാണ്, അല്ലെങ്കിൽ ആദ്യ ദിവസം നടന്ന കഥകളുടെ ഒരു ഭാഗമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പൊ ഭീഷ്മപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. പിന്നെ അതിനുശേഷം ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദ്രോണരുടെ നേതൃത്വത്തില് 3 ദിവസം, അത് ദ്രോണപർവം എന്നറിയപ്പെടുന്നു അന്ന് നടന്ന ആ യുദ്ധങ്ങള്. അതിനുശേഷം കർണന്റെ നേതൃത്വത്തിൽ 3 ദിവസം മഹാഭാരത യുദ്ധം, അത് കർണപർവം എന്നറിയപ്പെടുന്നു. പിന്നീട് ശല്യരുടെ നേതൃത്വത്തില് യുദ്ധം നടക്കുന്നു, അത് ശല്യപർവം എന്നറിയപ്പെടുന്നു. ശല്യപർവത്തിലാണ് യുദ്ധത്തിന്റെ പര്യവസാനം. 18 ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള യുദ്ധം. അതിൽ ശല്യപർവത്തോടുകൂടി യുദ്ധം അവസാനിക്കുന്നു, എല്ലാവരും തീരുന്നു. അതിനുശേഷം സ്ത്രീകളുടെ വിലാപമാണ്. ഗാന്ധാരിയുടെ നേതൃത്വത്തില് ആ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നുള്ള ഓരോരുത്തരെയും ആ മൃതശരീരങ്ങൾ മടിയിലെടുത്തു വെച്ചും കെട്ടിപ്പിടിച്ചും മണ്ണിൽ കിടന്ന് ഉരുണ്ടും കൊണ്ടുള്ളതായിട്ടുള്ള കരച്ചിലും ആവലാദികളും അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു പർവം തന്നെയുണ്ട്. അതാണ് സ്ത്രീ പർവം എന്നറിയപ്പെടുന്നത്. അപ്പൊ ശല്യപർവം കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ പർവം, അത് കഴിഞ്ഞാൽ പിന്നെ ശാന്തി പർവം, അനുശാസന പർവം, അങ്ങനെ പോകുന്നു. പിന്നെ അശ്വമേധ പർവം, അശ്വമേധിക പർവം, മഹാപ്രസ്ഥാന പർവം, ഇങ്ങനെ 18 പർവങ്ങൾ അവസാനം വരെ പോകുന്നു കഥ. അപ്പൊ അതില് 6ാമത്തെ പർവത്തിലാണ്, ഭീഷ്മ പർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത്. അപ്പൊ നമുക്ക് ഈ അത് വരയ്ക്കുള്ളതായിട്ടുള്ള ചില സംഭവങ്ങളെങ്കിലും ഒന്ന് ഓടിച്ച് കാണേണ്ടതുണ്ട്. അപ്പൊ മഹാഭാരതം ആരംഭിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കേണ്ടത് ഇത് ഭരതവംശത്തിന്റെ കഥയാണെന്നാണ്. ആ ഭരതവംശത്തിന്റെ കഥയിൽ ഭരതന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്
ആരംഭിക്കുന്നതല്ലോ. അപ്പൊ അതൊന്നും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്താലേ പിന്നീടുണ്ടാകുന്ന ധർമ്മച്യുതിയുടെ കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ധർമ്മച്യുതിയുടെ കഥയാണ് മഹാഭാരതം. ധർമ്മച്യുതിയിലൂടെ സർവനാശത്തിലേക്ക് എത്തിയ സമൂഹത്തിന്റെ കഥയാണ് മഹാഭാരതം. അപ്പൊ ധർമ്മത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ അത് കാണിച്ചു തരാനാണ് ഭരതന്റെ ചരിത്രം ചുരുക്കിയാണെങ്കിലും ഏതാനും ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കിയ ശ്ലോകങ്ങളിലൂടെയാണ് മഹാഭാരതത്തില് ഭരത. അത് വ്യാസന്റെ കളിയാണ്. വ്യാസൻ എങ്ങനെയാ കളിക്കുക? വളരെ വിസ്തരിച്ച് പറയേണ്ടത് ചുരുക്കിക്കളയും, ചുരുക്കി പറയേണ്ടത് ചിലപ്പോൾ വിസ്തരിച്ച് കളയും. അത് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്, നമ്മുടെ ബുദ്ധിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. വ്യായാമത്തിന്, അന്വേഷണത്തിന്, വിചാരം ചെയ്യാൻ. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി വികാസമില്ലാതെ പോകും. എല്ലാ കാര്യകാരണങ്ങളും വിസ്തരിച്ച് 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 പറഞ്ഞാൽ അന്വേഷണ കുതുകത നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് വ്യാസൻ പലപ്പോഴും ചിലതൊക്കെ പറയാതെ വിടും. വരികളുടെ ഇടയിൽ നമ്മൾ വായിക്കണം. ആ വായിക്കാനുള്ള ഒരു പ്രേരണ അത് നൽകാനാണ് പലതും പറയാതെ വിടുന്നത്. അത് കവികളുടെ ഒരു ശൈലിയാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാ കഥയും മെഗാ സീരിയൽ പറയും പോലെ പറയില്ല. സസ്പെൻസ് വെക്കും. ആ സസ്പെൻസുകൾ നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ അതിന്റെ മർമ്മം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളായിട്ട് മർമ്മം കണ്ടുപിടിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. നേരെ മറിച്ച് വേറൊരാൾ പറഞ്ഞു തന്നതാണെങ്കിൽ നമുക്കത് മറക്കും. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം, അതിനുള്ള ബുദ്ധി നമുക്കുണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ കവികൾ, ഋഷികൾ ചില സൂക്ഷ്മ കാര്യങ്ങള് നമ്മളെ അന്വേഷിപ്പിക്കാനായിട്ട് വിട്ടിരിക്കുന്നത്. അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. എപ്പോഴും ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടെത്തിയത് എന്ന് നമ്മുടെ ഉള്ളില് അതിനൊരു വലിയ സ്ഥാനം നമ്മൾ നൽകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ചില സൂക്ഷ്മമായിട്ടുള്ള മർമ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് മഹാഭാരതത്തിലെ ആരംഭത്തിലെ ഈ ഭരതന്റെ ചരിത്രം ഇന്ന് ചുരുക്കിയൊന്ന് കാണാം. ഈ ദുഷ്യന്തപുത്രനായിട്ടുള്ള ഭരതൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 3 പത്നിമാരാണ്, 3 ഭാര്യമാർ. ആ 3 ഭാര്യമാരിലും അദ്ദേഹത്തിന് 3 മക്കൾ, 3 വീതം സന്തതികൾ, ആൺകുട്ടികൾ, 9 പേര് മൊത്തം. ഈ 9 പേരെയും അദ്ദേഹം ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. ഗുരുകുലത്തിൽ അവര് വിദ്യാഭ്യാസം 12 വർഷമെങ്കിലും മിനിമം വേണം. ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ്. പക്ഷേ രാജപുത്രന്മാരായതുകൊണ്ട് ആ ഗുരുക്കന്മാര് ഇവരെ കുറച്ച് കൂടുതൽ കെയറും കൺസിഡറേഷനും കൊടുത്ത് ഇവരെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്ത് ഇവരുടെ പ്രീതിക്ക് വേണ്ടി ഇവരെ കൂടുതൽ കഠിനങ്ങളായ പാഠങ്ങളൊന്നും പഠിപ്പിക്കാതെ വളരെ ലളിതങ്ങളായ പാഠങ്ങൾ പഠിപ്പിക്കുകയും അഭ്യാസങ്ങൾ, അസ്ത്രം മുതലായ മറ്റ് ആയുധ വിദ്യകളൊക്കെ അഭ്യസിക്കണം. അപ്പൊ ആയുധ വിദ്യകളിലും ഒക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവരെ ഗ്രേസ് മാർക്ക് കൊടുത്ത് പാസ്സാക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഗ്രേസ് മാർക്ക് എന്ന് പറയാലോ. അപ്പോ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ അതിന്റെ അവസാനം സമാവർത്തനം എന്ന ചടങ്ങുണ്ട്. സമാവർത്തനം ഒരു പരീക്ഷയാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന സമാവർത്തനമൊന്നുമല്ല. സമാവർത്തനം എന്നാൽ സമ്യക് ആവർത്തനമാണ്. പഠിച്ചതെല്ലാം വീണ്ടും ആവർത്തിക്കുകയാണ് അവിടെ. ആ സമാവർത്തനം ഒരു കോൺവൊക്കേഷൻ സെറിമണിയുമാണ്, ഒരു ഫൈനൽ എക്സാമുമാണ്. കുട്ടികൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത് അത് വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ഉണ്ടാവും അവിടെ. മഹാപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ആ പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തും. നമ്മൾ ബിരുദദാന ചടങ്ങുകളില് VVIP കളെയൊക്കെ വിളിച്ചു വരുത്ത് നമ്മളും കുട്ടികളുടെയൊക്കെ
ബിരുദദാനം സ്വീകരിക്കുമ്പോൾ ബന്ധുക്കളെയൊക്കെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നത് പോലെ വളരെ എന്താ പറയുക, ആ അന്നത്തെ സമൂഹത്തിലെ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുള്ള വലിയൊരു സഭയിൽ വെച്ചിട്ടായിരിക്കും കുട്ടികളുടെ പരീക്ഷണങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുക, കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോ ശാസ്ത്രമാണെങ്കിലും ശസ്ത്രമാണെങ്കിലും രണ്ട് വിദ്യകളും അതില് ഈ വേദിയിലിരിക്കുന്ന അല്ലെങ്കിൽ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആർക്കും ഈ കുട്ടികളോട് ഏത് ചോദ്യവും ചോദിക്കാം, ഏത് അഭ്യാസവും ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അത് കുട്ടികൾ ചെയ്ത് കാണിക്കുമ്പോഴേ സമൂഹം അവരെ ക്വാളിഫൈഡ് ആയിട്ട്, ഗ്രാജുവേറ്റഡ് ആയിട്ട് അംഗീകരിക്കുള്ളൂ. അതാണ് സമാവർത്തനം. നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചു, ഇനി നിങ്ങൾ എന്താ പറയുക, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് സമൂഹത്തിൽ ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ നിങ്ങൾ യോഗ്യരായി എന്ന് സമൂഹം അംഗീകരിക്കുന്ന ചടങ്ങാണ് ഈ സമാവർത്തനം എന്ന് പറയുന്നതായിട്ടുള്ള ചടങ്ങ്. ആ സമാവർത്തന ചടങ്ങ് ഈ ഭരതന്റെ കുട്ടികളുടെ 9 കുട്ടികളുടെയും സമാവർത്തന ചടങ്ങിൽ എല്ലാവരും വന്നു ചേർന്നിരിക്കുകയാണ്. സഭ, വലിയ സഭ. ആ സഭയിൽ വെച്ച് ഈ ഗുരുക്കന്മാർ തന്നെയാണ് കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ ആയുധ വിദ്യകളിലുള്ള പാഠവും തെളിയിക്കുന്നതും ഒക്കെ ഈ ഗുരുക്കന്മാർ തന്നെയാണ്. വേറെ ആരും ഈ രാജകുമാരന്മാരായതുകൊണ്ട് ഈ കുട്ടികളെ ചോദ്യം ചെയ്യാനോ പരീക്ഷിക്കാനോ മുതിരുന്നുമില്ല. സമൂഹം ബഹുമാനിച്ചുകൊണ്ട്, രാജാവിനോടുള്ള വിധേയത്വവും ഭയവും കൊണ്ട് ഈ സന്ദർഭത്തിലാണ് ഭരതൻ തന്നെ നേരിട്ട് ഇടപെടുന്നത്. അതാണ് ഭരതന്റെ മഹത്വം. ആ ഭരതൻ തന്നെ കുട്ടികളോട് ഇവരൊന്നും ചോദിക്കാത്ത ചോദ്യങ്ങൾ, കഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ കുട്ടികൾക്ക് ഉത്തരം പറയാൻ പറ്റാതാവുകയും അതുപോലെ തന്നെ കഷ്ടമുള്ള അഭ്യാസങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ആയുധ വിദ്യകളില് കുട്ടികൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഭരതൻ പറയുന്നു, ഇവർ എന്റെ മക്കളല്ല എന്ന്. ഇവർ എന്റെ മക്കളല്ല എന്ന് ഭരതൻ ആ സഭയിൽ വെച്ച് പ്രഖ്യാപിച്ചു. അതാണ് ഭരതന്റെ മഹിമ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവർ എന്റെ മക്കളല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവർ പഴച്ചുപറ്റ സന്തതികളാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഇവർ രാജകുമാരന്മാരാവാൻ, വരും തലമുറകളെ നയിക്കാൻ, ഈ സമൂഹത്തെ നയിക്കാൻ, അടുത്ത കിരീട അവകാശികളാവാൻ, യുവരാജാക്കന്മാരാവാനോ അടുത്ത രാജാക്കന്മാരാവാനോ യോഗ്യരല്ല. ഇവര് സംവരണം വഴിക്ക് കയറി വന്നവരാണ്, അഥവാ ഗ്രേസ് മാർക്ക് വഴിക്ക് കയറി വന്നവരാണ്. ഇവർക്ക് മെറിറ്റ് ഇല്ല. They are not fit enough to become royal princes. അതാണ് ഭരതൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ സത്യസന്ധമായി തന്റെ മക്കളെ തള്ളിപ്പറഞ്ഞ ഭരതന്റെ വംശത്തിലാണ് പിന്നെ നടക്കുന്ന കഥകളൊക്കെ. തന്റെ സ്വന്തം രക്തത്തിൽ നിന്ന് ഭവിച്ച 9 മക്കളെയും പറഞ്ഞ ഭരതന്റെ കഥ. അവിടുന്നാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പിന്നെ ഭാരതത്തെ നിരീക്ഷിക്കേണ്ടത്. അപ്പൊ ഭരതൻ ചെയ്തത് രാജധർമ്മം. രാജധർമ്മം അങ്ങനെയാ പറയുന്നത്. രാജധർമ്മത്തില് ഒരാള് സന്തതികളായതുകൊണ്ട്, രക്തത്തിൽ പിറന്നത് കൊണ്ട്, ഉദരത്തിൽ പിറന്നത് കൊണ്ട് രാജാവാകാൻ യോഗ്യനാവുന്നില്ല. ഒരു രാജാവിനെ സംബന്ധിച്ച് തന്റെ പ്രജകൾ എന്ന് പറഞ്ഞാൽ മക്കളാണ്. താൻ ഭരിക്കുന്ന രാജ്യത്തെ എല്ലാ പ്രജകളും തനിക്ക് മക്കളാണ്. അതാണ് പ്രജ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ, മക്കൾ എന്നാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും മക്കളെ എന്നല്ലേ വിളിക്കുന്നത്. തമിഴ്നാട്ടിലെ അൻപുകൂറിയ പെരുമക്കളെ ഇലക്ഷൻ മറ്റേ മീറ്റിങ്ങുകളിലൊക്കെ ജയലളിതയും കരുണാനിധിയും ഒക്കെ എങ്ങനെയാ വിളിക്കുന്നത്? മക്കളെ എന്നാണ്. എല്ലാവരും മക്കളാണ്, ഭരണാധികാരികളുടെ മക്കളാണ്, രാജാക്കന്മാരുടെ മക്കളാണ് പ്രജകൾ എല്ലാവരും. അവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാണെങ്കിലും അവനെ യുവരാജാവായി തെരഞ്ഞെടുക്കാനുള്ള വകുപ്പ് രാജധർമ്മത്തിലുണ്ട്.
തൻ്റെ രാജ്യത്തെ പ്രജകളിൽ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് രാജാവിന് യുവരാജാവായിട്ട് വാഴിക്കാം. തൻ്റെ മക്കൾ കൊള്ളരുതാത്തവരാണെങ്കിൽ അവരെ നീക്കി നിർത്തണം. കാരണം തൻ്റെ മക്കൾക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല, ഭരണം നടത്താനുള്ള പാടവമില്ല, അറിവില്ല, ശക്തിയില്ല, വീര്യമില്ല. ഏത് രംഗത്തും അവർ ഫെയിലിയറാണ്. നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരെയൊക്കെ കാണേണ്ടത് അവരുടെ മക്കളെ പൊക്കിക്കൊണ്ടുവരുന്ന ബൊമ്മകളെ, അല്ലെ, അമുൽ ബോയ്കളെ കൊണ്ടുവരുന്ന ഇന്നത്തെ രാഷ്ട്രീയം ഇത് ജനാധിപത്യമാണത്രേ. ഇത് ജനാധിപത്യമാണത്രേ. എത്ര അധപ്പതിച്ചിരിക്കണോ നോക്കൂ. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ മക്കളുടെ അവസ്ഥ നമുക്കറിയാം. ഓരോരുത്തരും എത്ര മൂഢന്മാരും എത്ര സ്വാർത്ഥന്മാരും എത്ര കൊള്ളരുതാത്തവരും സാമൂഹ്യ ദ്രോഹികളും രാജ്യദ്രോഹികളുമായിട്ടുള്ള ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള, അവരെ നേതാക്കന്മാരാക്കി കൊണ്ടുവരുന്നതായിട്ടുള്ള ഇന്നത്തെ ജനാധിപത്യം എവിടെ കിടക്കുന്നു? അന്നത്തെ രാജധർമ്മം എവിടെ കിടക്കുന്നു? ഏതാണ് നല്ലത്? ചിന്തിക്കുക. ഏതാണ് നല്ലത്? ഏതാണ് ശരിയായ ധർമ്മം? അത് കാണിച്ചു തന്ന ആളാണ് ഭരതൻ. തന്റെ മക്കൾ രാജകുമാരന്മാരല്ല, അവരെ രാജ്യാവകാശികളല്ല, അവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്നാണ് സദസ്സിൽ പറഞ്ഞതിന്റെ താല്പര്യം. ഇത് കേട്ട് പിന്നീട് സഭ പിരിഞ്ഞു. ഈ കുട്ടികൾ വീട്ടിലെത്തി. വേണ്ടത്ര സ്കിൽഡ് അല്ല അവര്, വേണ്ടത്ര എഫിഷ്യന്റ് അല്ല അവര്. വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ കുട്ടികളെ അവര് ഭയപ്പെട്ടുകൊണ്ട് മക്കൾക്ക് വിഷം കൊടുത്ത് കൊന്നുകളഞ്ഞു. ഭരതൻ വല്ലാതെ എന്താ പറയുക, തകർന്നു പോകുന്നുണ്ട്. ഭരതൻ അത് പ്രതീക്ഷിച്ചില്ല, ഭരതൻ അത് ഉദ്ദേശിച്ചില്ല. ഭരതൻ ഉള്ള സത്യം പറഞ്ഞു. പക്ഷെ ഈ മൂഢകളായിട്ടുള്ള ഭാര്യമാര് മക്കളെ കൊന്നുകളഞ്ഞു വിഷം കൊടുത്തിട്ട്. അങ്ങനെ 9 മക്കളും മരിച്ചു. അതിന്റെ പുത്രന്മാർ മരിച്ച പുത്രന്മാരാണെങ്കിലും പ്രജകളാണെങ്കിലും ആരാണെങ്കിലും, നാട്ടിലുള്ള ആര് മരിച്ചാലും രാജാവിന് സങ്കടമാണ്. അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. ഭരതന് വലിയ വിഷമമായി. ഭരതൻ ഉദ്ദേശിച്ചില്ല ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നു, ഈ ഒരു കടുങ്കൈ തന്റെ ഭാര്യമാര് ചെയ്യുമെന്ന്. അങ്ങനെയുള്ള ആ കഥ സൂക്ഷിച്ച് വായിക്കണം നമ്മൾ. വളരെ ചുരുങ്ങിയിട്ടേ വ്യാസൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഭരതൻ ഒരു യാഗം നടത്തുന്നുണ്ട്. ആ യാഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സന്തതിയാണ് ഭൂമന്യു എന്ന പേരില് പിന്നീട് എല്ലാം തികഞ്ഞ കുമാരനായി മാറുന്നതും. അവനെയാണ് ഭരതൻ രാജാവാക്കി, യുവരാജാവാക്കിയും രാജാവാക്കിയും വാഴിക്കുന്നത്. അവിടുന്നാണ് ഈ വംശം പിന്നെയും തുടരുന്നത്. അപ്പൊ ഇതൊരു വളരെ മർമ്മമായിട്ട് ആരംഭത്തില് ഏതാനും ശ്ലോകത്തില് പറഞ്ഞു വെച്ചു, വിശദമാക്കിയില്ല. അത് നമുക്ക് വിട്ടുതന്നു. എന്നിട്ടാണ് പിന്നീട് കഥയിലേക്ക് കഥ ഒഴുകുകയാണ്. പിന്നെ ആ കഥയുടെ കുത്തൊഴുക്കിൽ നമ്മൾ ഇത് മറന്നുപോകും, ഈ മർമ്മം മറന്നുപോകും. ഈ ഭരതന്റെ വംശത്തിന്റെ കഥയാണ് മഹാഭാരതം എങ്കിൽ ആ ഭരതനിൽ നിന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്. പിന്നീട് യയാതിയുടെ ചരിത്രവും ആ യയാതി നമുക്ക് തരുന്ന ഉപദേശവും അതിനുശേഷം ഉണ്ടാകുന്നതായിട്ടുള്ള ആ വംശത്തിലുണ്ടാകുന്നതായിട്ടുള്ള പരമ്പരകളുടെ കഥയും അവരുടെയൊക്കെ പതനങ്ങളും, അതിനുശേഷം ശന്തനുവിൽ നിന്ന് ഈ വംശത്തിന്റെ കഥ പിന്നീട് വിശദമാക്കുന്നതാണ് നമ്മൾ കാണുക. ശന്തനുവിൽ നിന്നാണ് വിസ്തരിച്ച് കഥ ആരംഭിക്കുന്നത്. ആ ശന്തനു ആരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശന്തനുവിന്റെ ആദ്യ ഭാര്യ ആരാണ്? എല്ലാവർക്കും അറിയാം, ഗംഗാദേവി. അപ്പൊ അവരുടെ കഥ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മഹാഭാരതം വികസിക്കുന്നത്. അപ്പോ ശന്തനു പൂർവജന്മത്തിൽ സൂര്യവംശത്തിലെ ഒരു വലിയ ചക്രവർത്തിയായിരുന്നു, മഹാനായ ഒരു ചക്രവർത്തി. അദ്ദേഹം അനേക അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്തും ദേവന്മാരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് യുദ്ധത്തില്.
സൂര്യവംശത്തിലുള്ള രാജാക്കന്മാരൊക്കെ തന്നെ അങ്ങനെയുള്ള പ്രശസ്തരാണ്. മഹാഭിഷക്ക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അന്ന്. സൂര്യവംശത്തിലെ മഹാഭിഷക്ക് എന്ന ചക്രവർത്തി, അദ്ദേഹം പുണ്യം ചെയ്ത് ബ്രഹ്മസഭയില് ഒരു ഗസ്റ്റായിട്ട് എത്താൻ യോഗ്യനായി തീർന്നു. ബ്രഹ്മാവിന്റെ സഭയില് എന്ന് പറഞ്ഞാൽ വലിയ ലോകഭരണം നിശ്ചയിക്കുന്ന ഒരു സമൂഹം എന്ന് പറയാം, വലിയൊരു ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ഒരു സഭയിലേക്ക്, ദേവന്മാരും ബ്രഹ്മദേവനും മറ്റുമൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള പ്രശസ്തരുടെ സഭയിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരാൻ യോഗ്യനായി തീരുന്നു. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ബ്രഹ്മസഭയിൽ ഇരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ആ ബ്രഹ്മസഭയില് അന്ന് ഗംഗാദേവിയും സാന്നിധ്യമുണ്ടായിരുന്നു. അവരും വളരെ പ്രശസ്തയായിരുന്നു. ആ ഗംഗാദേവി ആ സഭയിൽ പ്രവേശിച്ചതായുള്ള സമയത്ത് അവരുടെ വസ്ത്രം അർദ്ധ നഗ്നമായി കാറ്റത്ത് അനാവരണം ചെയ്യപ്പെട്ടു. ഒരു വല്ലാത്തൊരു ഭാവത്തിൽ, ശൃംഗാര ഭാവത്തോടുകൂടി അവരവിടെ പ്രവേശിച്ചു സഭയിലേക്ക്. അങ്ങനെ പ്രവേശിച്ചപ്പോൾ ബാക്കിയുള്ള ദേവന്മാരും ഋഷിമുനിമാരും ഒന്നും അതിനെ കാര്യമാക്കിയില്ല, ആരും അത് പരിഗണിച്ചില്ല, ശ്രദ്ധിച്ചില്ല. എന്നാൽ ഈ മഹാഭിഷക്ക് ഈ ഗംഗയെ ആർത്തിയോടുകൂടി നോക്കി, വളരെ കാമത്തോടുകൂടി നോക്കി. ഗംഗയും ഈ ശന്തനും ഈ മഹാഭിഷക്കിനെ കാമത്തോടുകൂടി, ശൃംഗാരത്തോടുകൂടി നോക്കി. അവർ തമ്മിൽ അവിടെ ആ സഭയ്ക്ക് ചേരാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി. ബ്രഹ്മസഭയിൽ എത്തിയിട്ടും ആ സഭയുടെ സഭ്യതയെ കളഞ്ഞു കുടിച്ച ഒരു പെരുമാറ്റമാണ് അവർ തമ്മിൽ ഉണ്ടായത്. അത് കാരണം ബ്രഹ്മദേവൻ അവരെ ശപിച്ചു. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യരല്ല, നിങ്ങളുടെ വാസനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഇനിയും അനേക ജന്മങ്ങളിൽ തീർക്കാനുണ്ട്, മനുഷ്യരായി തന്നെ ജനിക്കിൻ എന്ന് പറയും പോലെ ശപിച്ചു. അങ്ങനെയാണ് ബ്രഹ്മസഭയിലെത്തിയ മഹാഭിഷക്കും ഗംഗാദേവിയും വീണ്ടും മനുഷ്യരായി ജനിക്കുന്നത്. ആ മഹാഭിഷക്കിന്റെ പുനർജന്മമാണ് ശന്തനു. ഗംഗയുടെ ഒരു ജന്മം തന്നെയാണ് ശന്തനുവിന്റെ ഭാര്യയായിട്ട് വരുന്നത്. അപ്പൊ ആ കഥയിലേക്ക് നമുക്ക് നാളെ കടക്കാം. മഹാഭിഷക്ക് ശന്തനുവായതും മറ്റേ ഗംഗ ശാപം കൊണ്ട് മനുഷ്യ സ്ത്രീയായി ശന്തനുവിന്റെ പത്നിയാവുന്നതും അവർക്കുണ്ടാകുന്ന സന്തതികളുടെ കഥയും, ആ സന്തതികളിൽ നമ്മുടെ മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ടുള്ള ഭീഷ്മരുടെ കഥയും നമ്മളൊന്ന് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അത് നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ ഒരു ആമുഖമായിട്ട് ഇത്രയും ഇരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം വീണ്ടും.